വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് അമിത. ഇതേ ഒരു ഊട്ടി യാത്രയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഊട്ടിക്ക് പോയി. ഏത് വഴി? മസനഗുഡി വഴി ഊട്ടിക്ക്. അത് വലിയൊരു കഥയായിരുന്നു കേട്ടോ. മസനഗുഡി വഴി പോയത്, പക്ഷേ പോയത് മസനഗുഡി വഴിയല്ല. മസനഗുഡി ടച്ച് ചെയ്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പറയാൻ പറ്റില്ല. ആ വഴി വരണ്ടാന്നുള്ള അവസ്ഥയിലായിപ്പോയി. അപ്പം നേരെ നമ്മൾ ഊട്ടിയിലെത്തി. അവിടെ റൂം അന്വേഷിച്ചു, റൂമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു കുഞ്ഞു വീടാണ് കിട്ടിയത്. 3 മുറിയും ഒരടുക്കളയും ഹാളൊക്കെ ഉള്ളൊരു റൂം. ഒരു ദിവസം ഇത്ര 6000 രൂപയായിരുന്നു വാടക. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. വന്ന് രാത്രി നമ്മൾ റൂം എല്ലാവരും കിടന്നുറങ്ങി. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ടൈലിങ്ങനെ ചെരുപ്പിടാതെ കാല് കുത്താൻ പറ്റില്ല. അപ്പം എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഒരു തണുപ്പ്. ഊട്ടിപ്പോയി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാമല്ലോ. അപ്പം അന്ന് ഞങ്ങളവിടെ കിടന്നുറങ്ങി. രാവിലെ നേരെ ഊട്ടി കാണാൻ പറ്റും. അപ്പോൾ ഊട്ടിയിൽ നിന്ന് പുതിയ കോട്ടും തൊപ്പിയൊക്കെ വാങ്ങി അതിൻ്റെ ഷോ ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ കെട്ടിയോ നടന്ന് വരുന്ന വീഡിയോ ഞാൻ എടുക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ നടന്നു വരുന്നതും ഞങ്ങൾ നടന്നു വരുന്ന ആരോ പകർന്നുണ്ടായിരുന്നു. മോള് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ എന്താ നമ്മളെ കാറ്റാടി മരങ്ങളോ അങ്ങനെ കൊണ്ട് സൂപ്പറായിരുന്നു ആ വ്യൂസ്. പക്ഷെ കുറേ വീഡിയോസ് എന്തായി മിസ്സായിപ്പോയി. ഫോണിൽ നിന്ന് മെമ്മറി ഫുള്ളായിപ്പോൾ എങ്ങനെയോ അതെല്ലാം കൂടെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ കുറേ വീഡിയോസൊന്നും ഇല്ല. ഉള്ളത് വെച്ചാണ് നിങ്ങളീ കാണിക്കുന്നത്. എന്തായാലും സൂപ്പർ വൈബായിരുന്നു ഊട്ടിയിൽ. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 4 ദിവസം കറങ്ങി. ഊട്ടി മാത്രമല്ല, അങ്ങനെ ഊട്ടിയെടുത്ത് കുറച്ച് സ്ഥലങ്ങളെല്ലാം കൂടി വയനാട് അങ്ങനെ ടച്ച് ചെയ്ത് ഒരു 4 ദിവസത്തെ വലിയ ടൂറായിരുന്നു. എന്തായാലും ടൂറ് കയ്യിൽ നിന്ന് കാശ് പോയെങ്കിലും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. ഇതൊക്കെയല്ലേ നമുക്ക് ലൈഫിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഊട്ടിയിലെ കഥകളും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാവേ. ഇവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പൈതൽമലയാണ്. ഇവിടെ തന്നെ മലയല്ലേ ഉള്ളൂ. ഇങ്ങനെ ബിൽഡിംഗ് വേണ്ടി ഇതിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതേപോലെ തന്നെ പൈതൽമലയിലേക്ക് ഇതേപോലെ കാട് നടക്കിയപ്പോൾ വണ്ടി പോകാനുള്ള സെറ്റപ്പാണ്. പക്ഷെ അതിനുള്ള സംവിധാനം ഇല്ല. ഇവിടെ കാട് നടക്കിയപ്പോൾ പോകുന്നില്ല. എന്നിട്ട് അവിടെ പോയി അത് എന്റെ നെറ്റ് ഷാമിലിക്ക് കിട്ടുന്നേ അല്ലേടി? ആണോ? അല്ല മറ്റോ നോക്കിയോ? അത് നോക്കിയോ? കിട്ടും. ഇവിടെ നമ്മള് കാട്ടുപോത്തിനെ പുറത്തേക്ക് ഇറങ്ങിയിരുന്ന ആരുടെയെങ്കിലും ആണോ? ആരുടെയെങ്കിലും കാട്ടുപോത്താണ് പുറത്തുനിന്ന് ഇറങ്ങിയിരുന്നത്. പിന്നെ നേരെ നമ്മൾ അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോയി. അവിടെ ഈ പറഞ്ഞ കുറേ ചെടികളും പൂക്കളും കായ്കളും ഇതൊക്കെ തന്നെ പല ടൈപ്പ്. നമ്മൾ പോയ സമയത്ത് പൂക്കൾ വലിയ രീതിക്കില്ല. അതുകൊണ്ട് അത്ര കാണാൻ എനിക്ക് വലിയൊരു അട്രാക്ഷനായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞെങ്ങാണ്ടാണ് ഞങ്ങൾ പോയി വന്നതിന് ശേഷം അവിടെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു അവിടെ ഫ്ലവർ ഷോയും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ പോയപ്പോൾ കുറേ ഇങ്ങനെ എന്താ പറയണ്ടേ, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം. എന്നാലും കണ്ടിരിക്കാനൊരു രസം. കുറേ നടന്ന് എവിടെയല്ലോ ഇരുന്ന് എന്തൊക്കെയോ കഴിച്ച് അങ്ങനെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത്. ഇത് അവിടുത്തെ കുറേ കാഴ്ചകളാണ്. ചെടികളൊക്കെ കാണാം. നമ്മളൊക്കെ ഇവിടെ ആക്കുന്ന പോലെ ഒന്നുമില്ല. അവിടെയൊക്കെ അവർ വേറെ തന്നെ കാണാൻ തന്നെ ഒരു വെറൈറ്റി. കയ്യിൽ അതുപോലെ എല്ലാവരുടെ കയ്യിലും കണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ പിള്ളേരുടെ കയ്യിലെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ചെടീൻ്റെ ചെവി ഇങ്ങനെ ഒരു സൗണ്ട് കീക്കിയാക്കുന്നത്. അപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവരും അത് വാങ്ങി. അപ്പോൾ അതാണ് ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് വിട്ട് ഞാനും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഒരു വെറൈറ്റി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ അവിടെ നമ്മൾ ഊട്ടിയിൽ നിന്ന് രാവിലെ എപ്പോഴും വേറെ എന്ത് വാങ്ങിയാലും വേറെ ഉണ്ട് ഇതാവോന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരും ഗീ റോസ്റ്റും മസാല ദോശയും ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ രാവിലെ കഴിച്ചു. നല്ല തണുപ്പ്, ചൂട് ചായ, അടിപൊളി. Mm.